എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളിലൊന്നായ പാലപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. പാലപ്പം നമുക്ക് പലതരത്തിൽ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമ്മൾ ഇന്ന് അരി കുതിർത്തും അരി അരച്ചും സമയം കളയാതെ അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പാലപ്പത്തിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 3 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ വളരെ ഫൈനായിട്ട് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പവും ഇടിയപ്പവും ഒക്കെ തയ്യാറാക്കാനായിട്ട് കടയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന അരിപ്പൊടി എടുത്താലും മതിയാവും. ഇനി നമുക്ക് നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്നും ഒരു 1/4 കപ്പ് അരിപ്പൊടി അളന്നെടുത്ത് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച ശേഷം ഇതുപോലെ കൈ എടുക്കാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അരിപ്പൊടി ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായി കുറുകി കിട്ടും വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ പാകത്തിനൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ തിക്കായിട്ടുള്ള അന്നമ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങ ചേർക്കുമ്പോൾ മാവിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടുതലായി ചേർക്കേണ്ടതായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. മാവ് പെട്ടെന്ന് തന്നെ ഒന്ന് പൊളിച്ച് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ അപ്പം തയ്യാറാക്കുന്നത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 7-8 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാവ് പൊളിപ്പിച്ചെടുത്ത് അപ്പം തയ്യാറാക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർത്താൽ മതി. സാധാ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്ത് 10 മിനിറ്റ് ഒന്ന് കലക്കി വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാവും. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് അപ്പത്തിന് നല്ല രുചി കിട്ടാനും മാവ് പെട്ടെന്ന് തന്നെ ഒന്ന് പൊളിച്ച് കിട്ടാനും വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ അപ്പം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനും അപ്പം തയ്യാറാക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വിട്ട് കിട്ടാനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കാനുള്ളത്. 2 കപ്പ് ചെറിയ ചൂടോടുകൂടിയ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ആക്റ്റീവായി കിട്ടാനായിട്ട് ഇതുപോലെ കൈതൊട്ടാൽ പൊള്ളാത്ത വിധത്തിൽ ചെറിയ ചൂടോടുകൂടിയ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മിക്സിയിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാവ് പൊടിച്ചതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് വീർത്ത് വരാനുള്ളത് കൊണ്ട് അടിച്ചെടുത്ത മാവ് നമുക്ക് ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. പൊടിച്ചു കഴിയുമ്പോൾ പാകത്തിനൊന്ന് തിക്കായി കിട്ടിക്കോളും. മാവ് തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടുതൽ ലൂസായി പോയാൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തൊന്ന് പാകത്തിനാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാവൊന്ന് പൊളിച്ചു കിട്ടാനായിട്ട് 1/2 മണിക്കൂർ ഇത് അനക്കാതെ ഒന്ന് മൂടി വെക്കാം. കൂടുതൽ തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ കുറച്ച് സമയം കൂടി അധികം വെച്ച് മാവൊന്ന് പൊളിപ്പിച്ചെടുത്താൽ മതി. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ പാകത്തിനൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാലപ്പം തയ്യാറാക്കാനായി തുടങ്ങാം. അപ്പം ചുട്ടെടുക്കാനായി ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി സ്റ്റവിലൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാനായി മറക്കല്ലേ. പാത്രം ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു തവി ഉപയോഗിച്ച് കുറച്ച് മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി കയ്യിലെടുത്ത ശേഷം മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പരന്ന് കിട്ടുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ അപ്പം 2 മിനിറ്റ് കൊണ്ട് സൈഡെല്ലാം പാകത്തിനൊന്ന് ക്രിസ്പിയായി പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇതിലും കൂടുതൽ ക്രിസ്പിയായി കിട്ടണമെന്നുള്ളവർക്ക് 2.5 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മൂടി വെച്ച് അപ്പം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് പാലപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്